രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് അഷ്ടപതിയാണ്, 23-ാമത്തെ അധ്യായമാണ്. 7ഉം 8ഉം ശ്ലോകങ്ങളാണ് പഠിപ്പിക്കുന്നത്. എപ്പിസോഡ് 128ആണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച നിങ്ങൾക്ക് കൃഷ്ണൻ്റെ രാധയുണ്ടല്ലോ, കണ്ണൻ്റെ രാധ, കണ്ണൻ്റെ രാധയുടെ ജീവിത കഥ. ആ ജീവിത കഥ നമ്മൾ സീരിയലായി അവതരിപ്പിക്കുകയാണ്, കേൾക്കാം. വ്യാഴാഴ്ച 10 മണിക്ക് 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടുന്നു. വെള്ളിയാഴ്ച 12 മണിക്ക് ശിവഭഗവാനും പകുതി ശങ്കരാചാര്യ സ്വാമികളും എഴുതിയ സൗന്ദര്യ ലഹരി എന്ന മന്ത്രങ്ങൾ മാത്രം നിറഞ്ഞ പുസ്തകത്തിൻ്റെ ക്ലാസ്സാണ്. അത് അത്യപൂർവമാണ്, നിശ്ചയമായും അത് കേൾക്കണം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് നേരിട്ട് വരാം. കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ് എൻ്റെ രീതി. ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും. ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ തികച്ചും സൗജന്യമായിരിക്കും. ജ്യോതിഷപരമായ ഏത് ഉപദേശവും തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീത ഉണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, പ്ലേലിസ്റ്റിൽ കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജീവിത കഥ മുഴുവനും ഞാൻ സീരിയലായി അവതരിപ്പിച്ചിട്ടുണ്ട്, പ്ലേലിസ്റ്റിനകത്തുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ എന്നും രാവിലെ നിങ്ങൾക്ക് 5:30 മണിയാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി വേണം നിങ്ങൾ ജീവിക്കാൻ. അതിനുവേണ്ടി മോർണിംഗ് മെസ്സേജസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കീ ജയ്. ഇന്നത്തെ നമ്മുടെ അഷ്ടപതി പാടിത്തരുന്നത് റിജിനയാണ്. റിജിനയെ നിങ്ങൾക്കെല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു റിജിന ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് പാടാൻ വരുന്നത് അല്ലേ? ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. അപ്പം എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ച് റിജിനയെ രാധാറാണി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരിക്കും. അതാണ് കുറേ നാളായിട്ട് റിജിനയ്ക്ക് പാടാനൊരു അവസരം വന്നിട്ടില്ല. അത് എന്താ പറയേണ്ടത്, മനഃപൂർവ്വമല്ല, അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. എന്തായാലും രാധാറാണി ആ ബ്ലോക്ക് മാറ്റിയിരിക്കുന്നു. ഇതാ റിജിന വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. റിജിന അതിമനോഹരമായി ഹൃദയത്തിൽ തട്ടിയാണ് ഇത് പാടിയിരിക്കുന്നത്. റിജിനയുടെ ഹസ്ബൻഡ് ഒരു വലിയ ഗായകനാണ്. പേര് ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് തോന്നുന്നു രതീഷ് എന്നാണോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാനങ്ങ് മറന്നുപോയി പേരും. അദ്ദേഹം ഒരു വലിയ ഗായകനാണ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഗായകന്റെ ഭാര്യയാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം ആരിലും കാണും. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെല്ലാം റിജിനയിലുമുണ്ട്. വളരെ മനോഹരമായി നല്ല ഇമ്പമാർന്ന ശബ്ദത്തിൽ റിജിന പാടുകയാണ്. അതും റിജിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിൻസിയാരിറ്റിയാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് റിജിന പാടുന്നത്. പിന്നെ രാധേ രാധേ ചാനലിൻ്റെ തുടക്കം മുതലുള്ള ആളാണ് റിജിന. രാധേ രാധേ എന്ന ചാനലിനെ സ്നേഹിക്കുകയും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് റിജിന. അപ്പം രാധേ രാധേ ചാനലിനും രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകർക്കും വളരെ പ്രിയപ്പെട്ട റിജിന ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. റിജിന പാടുന്നത് കേട്ടുള്ളൂ. മാമതി വിഫല ഋഷാവികലീകൃത അവലോകിത മധുനേദം മീലതി ലജ്ജിത മിവ നയനം തവ വിരമവൃസൃജ രതിഗേതം രാധേ ക്ഷണമധുനാ നാരായണം ക്ഷണമധുനാ നാരായണം. അപ്പോൾ നമ്മുടെ റിജിന അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ, മാമതി വിഫല രുഷ വികലീകൃതമവ ലോകിതു അവലോകിതു മധുനേധം മീലതി ലജ്ജിതമിവ നയനം തവ വിരമ വിസൃജം രതിഖേദം ക്ഷണമധുനാ നാരായണം അനുഗതം അനുഭജ രാധേ. വിഫലം, വിഫലം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ, വിഫലം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യം, അതായത് പ്രയോജനമില്ലാത്ത, അതാണ് പ്രയോജനമില്ലാത്ത. രുഷ, രുഷ കോപത്താൽ, കോപത്താൽ. വികലീകൃതം, വികലീകൃതം കലങ്ങി മറിഞ്ഞ, കലങ്ങി മറിഞ്ഞ. അവലോകിത കാഴ്ച, അവലോകിത കാഴ്ച. അധുന ഇപ്പോൾ, അധുന ഇപ്പോൾ. മീലതി, മീലതി അടഞ്ഞ, അടഞ്ഞ. ലജ്ജിതം നാണത്താൽ എന്ന വണ്ണം, ലജ്ജിതം നാണത്താൽ എന്ന വണ്ണം. നയനം കണ്ണ്, നയനം കണ്ണ്. തവ നിന്റെ. വിരമ നിർത്തുക, സ്റ്റോപ്പ് എന്നർത്ഥം, നിർത്തുക. വിസൃജം മോചിപ്പിക്കുക. രതിഖേദം തീവ്ര പ്രണയം കൊണ്ടുണ്ടാകുന്ന കഠിനവേദന, തീവ്ര പ്രണയം കൊണ്ടുണ്ടാകുന്ന കഠിനവേദന. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അല്ലയോ രാധേ, കാരണമില്ലാതെയുള്ള കോപം കൊണ്ട് കലങ്ങി മറിഞ്ഞ നിന്റെ ഈ കണ്ണ് ഇപ്പോൾ എന്നെ നോക്കുവാനുള്ള ലജ്ജ കൊണ്ടെന്ന പോലെ അടഞ്ഞു പോകുന്നു. അതിൽ നിന്ന് പിന്മാറിയാലും, അതായത് കണ്ണ് തുറന്നാലും, പ്രണയവേദന കൊണ്ടുണ്ടായ ദുഃഖത്തെ ഇല്ലാതാക്കിയാലും. അപ്പൊ അല്ലയോ രാധേ, കാരണമില്ലാതെയുള്ള കോപം കൊണ്ട് നിന്റെ കണ്ണ് കലങ്ങി മറിഞ്ഞു. അതിപ്പോൾ എന്നെ നോക്കാനുള്ള ലജ്ജ കൊണ്ടിങ്ങനെ അടഞ്ഞു പോയിരിക്കുകയാണ്. അത് നീ തുറക്കണം, പ്രണയപൂർവം എന്നെ നോക്കണം,
നീയുമായുള്ള വിരഹം കൊണ്ട് എന്നിലുണ്ടായ ദുഃഖത്തെ നീ ഇല്ലാതാക്കണം. അപ്പോൾ വള്ളിക്കുടിലിൽ തൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന ലജ്ജാവതിയായ രാധാറാണിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, അല്ലയോ രാധേ, അല്ലയോ കോപശീലേ, പെട്ടെന്ന് കോപിക്കുന്നവളെ, കോപം തുടിക്കുന്ന കണ്ണുകളുമായിട്ടാണ് നീ കുറച്ചു നാളായിട്ട് എന്നെ കണ്ടുവന്നിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിനക്ക് എന്നെ കാണുമ്പോൾ വല്ലാത്ത കോപമായിരുന്നു. ആ സമയത്തൊക്കെ നീ കോപിക്കുന്ന കണ്ണുകളുമായിട്ടാണ് എന്നെ നോക്കിയിരുന്നത്. സത്യം പറയട്ടെ രാധേ, നിന്റെ കോപത്തിൻ്റെ കാരണം എന്താണെന്ന് പോലും എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ നീ ഒരു കാരണവും ഇല്ലാതെയാണ് എന്നോട് കോപിച്ചത്. പക്ഷേ നിന്റെ കോപം കലർന്ന നോട്ടമുണ്ടല്ലോ, അതെന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞിരാതേ. പക്ഷേ ഇപ്പം നിന്റെ നോട്ടത്തിൽ എന്തുണ്ട്? പ്രണയമുണ്ട്. അപ്പൊ ഇത്രയും നാളും ഒരു കാരണവുമില്ലാതെ പാവമായ സാധുവായ ഈ കൃഷ്ണനോട് നീ കോപിച്ചു. ആ കോപം തെറ്റായിരുന്നു എന്ന് രാധേ നിനക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതെനിക്കറിയാം. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെയാണല്ലോ ഞാൻ കൃഷ്ണനോട് കോപിച്ചത്, കോപം കലർന്ന കണ്ണുകൊണ്ട് കൃഷ്ണനെ നോക്കിയത്. അപ്പൊ കാരണമില്ലാതെ കോപിച്ചതിൽ നിനക്കൊരു കുറ്റബോധത്തിൽ നിന്ന് വരുന്ന ഒരു ലജ്ജ വന്നു. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ പകുതി അടഞ്ഞുപോയി. അതായത് ശ്രീകൃഷ്ണനെ കാണാനിരിക്കുന്ന രാധാറാണിയുടെ കണ്ണുകൾ സത്യത്തിൽ കൃഷ്ണന്റെ മുന്നിൽ അതീവ നാണം കൊണ്ടും ശൃംഗാര രസം കൊണ്ടും അടഞ്ഞതാണ്. കൃഷ്ണൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: നീ കാരണമില്ലാതെ എന്നോട് കോപിച്ചു. അത് നിനക്കിപ്പം മനസ്സിലായപ്പം നിനക്ക് എന്നെ നോക്കാനൊരു മടിയുണ്ട്, എന്നെ നോക്കാനൊരു ലജ്ജയുണ്ട്. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞുപോയി. ആ ലജ്ജ ഉപേക്ഷിക്കൂരാതെ. നിന്റെ കണ്ണനല്ലേ നിന്റെ മുന്നിലിരിക്കുന്നത്. നിന്റെ തെറ്റുകള്, നിനക്ക് വരുന്ന അബദ്ധങ്ങള് ഈ കണ്ണനല്ലാതെ വേറെ ആരാണ് ക്ഷമിക്കാനുള്ളത് രാധേ? നിന്റെ കണ്ണനുണ്ണിയല്ലേ ഞാൻ രാധേ. നിന്റെ പകുതി അടഞ്ഞ കണ്ണുകൾ അതിമനോഹരമാണ്, എങ്കിലും അത് നീ തുറക്കൂരാതെ. ആ കണ്ണുകൾ തുറന്ന് എന്നെ പ്രണയപൂർവം നീ ഒന്ന് നോക്കൂരാതെ, എന്നെ നീ സ്നേഹിക്കൂരാതെ. നിന്റെ പരിഭവങ്ങൾ, നിന്റെ പരാതികൾ എല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ പ്രണയപൂർവം നോക്കൂരാതെ. ഈ കൃഷ്ണൻ അതിനായി കൊതിക്കുന്നു, ഈ കൃഷ്ണൻ അതിനായി കാത്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും കൃഷ്ണന്റെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിക്കുന്നു, കൃഷ്ണന്റെ ഒരു വാക്കിന് വേണ്ടി കൊതിക്കുമ്പോൾ ആ കൃഷ്ണനാകട്ടെ രാധാറാണിയുടെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിക്കുന്നു. അപ്പൊ ആരാണ് രാധാറാണി എന്നും എന്താണ് കൃഷ്ണന്റെ ജീവിതത്തിൽ രാധാറാണിയുടെ സ്വാധീനമെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം വീണ്ടും നമ്മുടെ റെജിന പാടുകയാണ്. ശ്രീജയദേവ ഭണിതമിതമനുപത നിഗദിത മധുരേ പുമോദം ജനയദുരസിക ജനേഷു മനോരമ രതിരസഭാവ വിനോദം രാധേ ക്ഷണമധുനാ നാരായണം ക്ഷണമധുനാ നാരായണം. അപ്പോൾ നമ്മുടെ റിജിനെ അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി കേട്ടെ: ശ്രീ ജയദേവ ഫണിതമിതം അനുപദ നിഗദിത മധുരിപു മോദം ജനയതു രസിക ജനേഷു മനോരമ രതിരസഭാവ വിനോദം. നോക്കേ, ജയദേവ ഫണിതം, ജയദേവനാൽ എഴുതപ്പെട്ടതും, അനുപദം അർത്ഥം ഓരോ വാക്കിലും, നിഗദിത
വിവരിക്കുക അല്ലെങ്കിൽ പറയുക. മധുരിപു, മധുരിപു കൃഷ്ണൻ. മോദം, മോദം ആനന്ദം. ജനയതു, ജനയതു കാരണമാവുക. രസിക ജനേഷു, അർത്ഥം രസികന്മാരിൽ, രസികന്മാരിൽ. മനോരമ, അർത്ഥം വശീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന. രതിരസ, അർത്ഥം ശൃംഗാരം. ഭാവം, അർത്ഥം വികാരങ്ങൾ. വിനോദം, അർത്ഥം സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീ ജയദേവനാൽ രചിക്കപ്പെട്ടതും ഓരോ വാക്കുകളിലും ശ്രീകൃഷ്ണന്റെ ആനന്ദത്തെ വിവരിക്കുന്നതുമായ ഈ ഗീതം, അതായത് ഈ ഗീതാ ഗോവിന്ദം സഹൃദയന്മാരില് മനോഹരമായ രതിരസഭാവങ്ങൾ കൊണ്ട് വിനോദത്തെ ഉണ്ടാക്കട്ടെ. അതായത് മധുരിപു മോദം എന്ന പദം ഇതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നു. മധുരിപു ശ്രീകൃഷ്ണൻ, മോദം എന്ന് പറഞ്ഞ സന്തോഷം. അപ്പൊ ശ്രീകൃഷ്ണൻ ഉണ്ടാകുന്ന ആനന്ദം എന്നാണ് അതിനർത്ഥം. അതേപോലെ തന്നെ ഈ ഭാഗത്തിന് മധുരിപ മോദ, മനസ്സിലായ, വിദ്യാധര ലീല എന്നും ഇതറിയപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുക. ഈ ഭാഗം മധുരിപു മോദ വിദ്യാധര ലീല എന്ന് ഈ ഒരു ചാപ്റ്റർ മുഴുവനും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ശൃംഗാര ലീലയില്, അതായത് രാധാറാണിയും ഒത്തുള്ള രതിലീലയില് ആനന്ദം കണ്ടെത്തുന്ന കൃഷ്ണനെയാണ് ഇതിനകത്ത് ജയദേവ കവി അഷ്ടപദിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ജയദേവ കവി അഷ്ടപദിയിൽ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാധാറാണിയുമായുള്ള രതിലീലയില് ആ ആനന്ദം കണ്ടെത്തുന്ന കൃഷ്ണനെയാണ് അവതരിപ്പിക്കുന്നത്. രാധാറാണിയെ കണ്ടപ്പോൾ കൃഷ്ണന്റെ ഉള്ളില് ശൃംഗാര രസത്തിന്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. ആ ശൃംഗാര രസത്തിൽ മാധവൻ തന്നെ മറന്നുപോയി എന്നാണ് ജയദേവ കവി പറയുന്നത്. ഏറെ നാളത്തെ വിരഹത്തിന് ശേഷം സാക്ഷാൽ രാധാറാണി ശ്രീ രാധ വള്ളിക്കുടിലെത്തി തൻ്റെ മുന്നിൽ പകുതി അടഞ്ഞ കണ്ണുകളുമായി ഇരിക്കുമ്പോൾ, പാതി കൂമ്പിയ കണ്ണുകളുമായി ഇരിക്കുമ്പോൾ കൃഷ്ണന്റെ ഉള്ളിൽ ശൃംഗാരത്തിന്റെ വേലിയേറ്റം തന്നെ ഉണ്ടായി. കൃഷ്ണഭക്തർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ ശൃംഗാരഭാവം. അവിടാണ് ഒരു പ്രശ്നം. മറ്റു മതക്കാർക്കും ഹിന്ദുക്കളിൽ തന്നെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും കൃഷ്ണന്റെ ശൃംഗാരഭാവത്തോട് തീരെ താല്പര്യമില്ല, എതിർപ്പാണ്. മനസ്സിലായോ? മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഹിന്ദു മതത്തിൽ തന്നെ കഠിനമായ ശിവഭക്തർക്കും കഠിനമായ മുരുകഭക്തർക്കും അങ്ങനെ കഠിനമായ മറ്റു ഭക്തർക്ക് കൃഷ്ണന്റെ ശൃംഗാര രസത്തോട് അല്പം പോലും യോജിപ്പില്ല. എന്നാൽ കൃഷ്ണഭക്തർക്കാകട്ടെ എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ ശൃംഗാരഭാവം എന്ന് പറയുന്നത്. ഇവിടെ സംഭോഗ ശൃംഗാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്നത് സംഭോഗ ശൃംഗാരത്തെക്കുറിച്ചാണ്. ജയദേവ ഗീതം മുഴുവനും ഏതാണ്ട് ശൃംഗാര രസം തന്നെ എന്ന് പറയാം. അപ്പോൾ പറയുന്നത് ജയദേവ ഗീതത്തിലെ ശൃംഗാര രസം വേണ്ടുവോളം ആസ്വദിക്കണം കൃഷ്ണഭക്തര് എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തര് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം വായിക്കണം. എന്നിട്ട് അതിനകത്തെ ശൃംഗാര രസം ഇങ്ങനെ ആസ്വദിക്കണം. ആ ശൃംഗാര രസം കൃഷ്ണഭക്തരുടെ മനസ്സിൽ മൂടിയിരിക്കുന്ന മനസ്സിന്റെ അഴുക്കിനെ, മാലിന്യങ്ങളെ നീക്കി അവിടെ മുഴുവനും അത് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ കൃഷ്ണഭക്തരുടെ മനസ്സിൽ ആരാണോ, ഏത് കൃഷ്ണഭക്തര് അഷ്ടപതി പാടുകയും അഷ്ടപതി വായിക്കുകയോ അഷ്ടപതി കേൾക്കുകയോ ചെയ്യുന്ന, അഷ്ടപതി വായിക്കുകയോ അഷ്ടപതി കേൾക്കുകയോ അഷ്ടപതി പഠിക്കുകയോ ചെയ്യുന്ന കൃഷ്ണഭക്തരുടെ മനസ്സിലെ മാലിന്യങ്ങൾ മാറി അവിടെ ആത്മീയമായ സ്നേഹം, സ്പിരിച്വൽ ലവ്, അത് ഉണരട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. അതായത് കൃഷ്ണഭക്തരെ, ജയദേവ കവി പറയുകയാണ്, അതായത് കൃഷ്ണഭക്തരെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭഗവാന് പ്രിയപ്പെട്ട ശൃംഗാര രസത്തെ ഞാനെന്ന ഈ കവി, അതായത് ജയദേവൻ എന്ന ഈ കവി
ഗീതാ ഗോവിന്ദത്തിൽ അതിസമർത്ഥമായി വിവരിച്ചിരിക്കുന്നു. ഹേ കൃഷ്ണഭക്തരെ, നിങ്ങൾ വരുവിൻ, ഗീതാ ഗോവിന്ദം വായിക്കുവിൻ, കേൾക്കുവിൻ, പഠിക്കുവിൻ. ആ ശൃംഗാര രസത്തിൽ മുഴുകി നിങ്ങളുടെ മനസ്സിലെ അഴുക്കുകൾ ഒഴുകി നിങ്ങൾക്ക് ആത്മീയ ഉയർച്ച ലഭിക്കും. അതാണ് മറ്റു മതക്കാർക്ക് അറിയാൻ വയ്യാത്തത്. മറ്റു മതക്കാര് ഭഗവാന്റെ ശൃംഗാര രസത്തെ വിമർശിക്കും. അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ മറ്റു ദൈവഭക്തരും ഭഗവാന്റെ ശൃംഗാര രസത്തെ വിമർശിക്കും. അവരുദ്ദേശിക്കുന്ന ശൃംഗാരം വേറെയാണ്. ശൃംഗാര ഭാവം വന്നാൽ മനസ്സിൽ മാലിന്യങ്ങൾ കൂടും. പക്ഷേ ഭഗവാന്റെ ശൃംഗാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങളും മാറിക്കിട്ടും. അതാണ് ഹേ നിങ്ങളുടെ ശൃംഗാര രസവും ഞങ്ങളുടെ ഭഗവാന്റെ ശൃംഗാരവും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെ ഭഗവാന്റെ ശൃംഗാരം കേട്ടാൽ മനസ്സിൻ്റെ അഴുക്ക് മുഴുവനും അങ്ങ് മാറും. അങ്ങനെ മനോമാലിന്യങ്ങൾ അകലാൻ വേണ്ടി കൃഷ്ണഭക്തര് ജയദേവ കവിയുടെ അഷ്ടപതി കേൾക്കണം. അതിലെ ശൃംഗാര രസം ആവോളം അനുഭവിക്കണം. നിങ്ങളുടെ മനസ്സിലെ അഴുക്ക് മാറി ഹൃദയം തെളിയുകയും ഹൃദയത്തിൽ രാധാകൃഷ്ണന്മാരിങ്ങനെ തെളിഞ്ഞു വരികയും നിങ്ങളുടെ ഹൃദയത്തിൽ രാധാകൃഷ്ണന്മാര് നൃത്തം ചവിട്ടും. അപ്പൊ രാധയുടെയും കൃഷ്ണന്റെയും ചിലങ്കയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആത്മാർത്ഥതയോടുകൂടി ഗീതാഗോവിന്ദം കേൾക്കുന്നവർക്ക്, ഗീതാഗോവിന്ദം വായിക്കുന്നവർക്ക്, അഷ്ടപതി പഠിക്കുന്നവർക്ക് അവരുടെ മനോമാലിന്യങ്ങൾ അകന്ന് അവരുടെ ഹൃദയത്തിൻ്റെ തട്ടിൽ രാധാകൃഷ്ണന്മാര് നൃത്തം ചവിട്ടുന്ന രാധയുടെയും കൃഷ്ണന്റെയും പാദപതന ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. കാതോർക്കൂ, കാതോർക്കൂ, നിങ്ങൾക്ക് കേൾക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.